വീടിന് അകത്തും ഉപയോഗിക്കും, പുറത്തും ഉപയോഗിക്കും. ഇത് കുട്ടിച്ചാത്തനൊക്കെ കണ്ട പോലെ ഇല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് എന്തായിരുന്നു? ശക്തിമാൻ, ചന്ദ്രകാന്ത്. അത് നിങ്ങളുടെ ജനറേഷൻ. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് എന്നെക്കാൾ എപ്പോ അതൊഴി പോയാലും എന്റെ കൂട്ടുകാരന്മാരോട് ഞാൻ പറയും, എന്നെങ്കിലും എന്റെ ഒരു ഫോട്ടോ അവിടെ വന്നിരുന്നെങ്കിലും ഒരുപാട് ആഗ്രഹിച്ച ഒരു നിമിഷമാണ് നമ്മുടെ പോസ്റ്റർ. കുടുംബക്കാർക്ക് എല്ലാവരും ഈ പോസ്റ്റർ അയച്ചിട്ട് എന്റെ തലയിൽ ചുമന്ന വട്ടം അജേട്ടാ, ഏലിയൻ എന്ന് പറഞ്ഞ ഇതില് വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ അല്ല, ഈ CD ഒക്കെ അവിടെ നിന്നാണ് ആ ഒരു CD റൈറ്റപ്പിലൊക്കെ വന്ന ഇതൊക്കെ നമ്മുടെ ഐഡിയ അല്ലേ? ഇതൊക്കെ ഏലിയൻസിന്റെ ഐഡിയ എന്നാ പറയാം. എന്തൊരു നോക്കണ ചൈൽഡ്ഹുഡ് സ്റ്റോറി പോലെ കമ്പ്യൂട്ടറിൽ കുടുങ്ങിയ പച്ചൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളൊക്കെ DVD ആയിട്ടോ. ഞങ്ങളൊക്കെ ടീനേജ് കണ്ടന്റ് കണ്ടുകൂടാൻ ആ കണ്ടന്റ് നമുക്കറിയാം. എത്ര ഷൂസ് ഉണ്ട്? 100 ഷൂസ് ഉണ്ട്. പ്ലൂട്ടോ ഒരു ഏലിയൻ കോമഡി ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഹായ്, ഹലോ, നമസ്കാരം. ജാങ്കോ സ്പേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. ശ്രീനാഥ് കെ ജനാർദ്ദനൻ. സോ അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് പ്ലൂട്ടോ എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം നീരജ് മാധവ്, അജു വർഗീസ്, സുബിൻ ടാർസൻ ആൻഡ് നിഹാൽ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഓക്കെ, ഒരുപാട് സന്തോഷം. നമ്മളെ ചില സിനിമ ഇറങ്ങുമ്പോഴല്ലോ, ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മളിങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഇത് ഇറങ്ങിയിട്ട് എന്തായിരിക്കും അതിൻ്റെ അകത്ത്, ഇങ്ങനെ കാണാനുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കും. അങ്ങനത്തെ ഒരു പടമാണ് പ്ലൂട്ടോ. കാരണം വ്യത്യസ്തമായിട്ട് സബ്ജക്റ്റ് കൊണ്ടുവന്നേക്കുന്നത്, ഏലിയൻ സബ്ജക്റ്റ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. എല്ലാവരും അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോഴും പാട്ടുകൾ ഇറങ്ങിയപ്പോഴും ഒക്കെ ഇങ്ങനെ ഓരോ കഥകൾ ഓരോരുത്തർ പറയുന്നുണ്ട്, ഇതായിരിക്കും. ശരിക്കും എന്താണ് പ്ലൂട്ടോ? പ്ലൂട്ടോ ഒരു ഏലിയൻ കോമഡി ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൈഫൈയുടെ ഒരു ആംഗിളുണ്ട്, പക്ഷെ ഇറ്റ്സ് മോർ ഓൺ ദ ലൈൻ ഓഫ് കോമഡിയാണ്. അപ്പോൾ നമ്മൾ CID മ്യൂസിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ജോണറിൽ പെടുത്താൻ പറ്റിയൊരു പടമാണ്. ഇറ്റ്സ് എൻ എൻ്റർടൈനർ, ഔട്ട് ആൻഡ് എൻ്റർടൈനർ. എന്താ പറയുക, നമ്മൾ കാസ്റ്റ് ആൻഡ് ക്രൂ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും, എല്ലാവരും ഹ്യൂമർ കൈകാര്യം ചെയ്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഇതിനകത്തൊരു അഡീഷണലായിട്ട് ഈ പറയുന്ന ഈ ഒരു ഏലിയൻ എന്ന് പറയുന്ന ഒരു പുതുമ അതിനൊരു ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. അതിനൊപ്പം കുറച്ച് ആക്ഷൻ സീക്വൻസുകളും കുറച്ച് വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു പോപ്പ് കളേഴ്സും ഒക്കെ ആയിട്ടാണ് പരിപാടി വന്നിരിക്കുന്നത്. ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഓക്കെ, ഇപ്പൊ ഈ സയൻസ് ഫിക്ഷൻ ചെറിയൊരു എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു, പ്ലസ് കോമഡി, ഇത് രണ്ടും എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഏലിയന്റെ ഒരു കോൺസെപ്റ്റും കൂടെ വരുമ്പോൾ ഒരു പൊടിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ജഡ്ജ് ചെയ്യും. ഇത് ഇങ്ങനെയല്ലല്ലോ കുറെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ഏലിയൻ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. നമ്മൾ അതിന്റെ ഫിലിംസും ഇല്ലെങ്കിൽ ബുക്സ് ഒക്കെ വായിച്ചിട്ട് എങ്ങനെയായിരിക്കും അത് ഫിലിമിൽ വരുമ്പോൾ ഒന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന. പ്രത്യേകിച്ച് നമുക്ക് മലയാളത്തിൽ അതിന്റെ ഇങ്ങനെ റെഫറൻസ് നോക്കാൻ അധികം ഒന്നും ഇല്ലാതായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? ഫസ്റ്റ് ഇങ്ങനെ ഓക്കെ നമ്മളൊരു ഏലിയൻ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളൊരു സംഭവം ഞാൻ ചോദിച്ച സമയത്ത് ഇതിൻ്റെ ഏലിയൻ ഇതിൻ്റെ സയൻസ് ആംഗിളിനെ നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഇൻഡൽജ് ചെയ്യിപ്പിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിനിമയിൽ നടക്കുന്ന ഒരു ലോജിക് എന്നുള്ള രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ. ഒരു നമ്മൾ ഇപ്പം സൈഫൈ ജോണറിൽ തന്നെ വളരെ സയൻറ്റിഫിക്കലി ആക്യുറേറ്റ് ആയിട്ടുള്ള സയൻസ് ഫിക്ഷൻ ഉണ്ട്, ഫ്യൂച്ചറിസ്റ്റിക് സൈഫൈ ഉണ്ട്. അപ്പോൾ അതിനകത്ത് സയൻറ്റിഫിക് ആക്യുറസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് തന്നെ ഇല്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു സത്യം. ഇറ്റ്സ് മോർ ഓൺ ദ ലൈൻ ഓഫ് എന്താ പറയുക, അത് തന്നെ ഒരു കോമഡി എന്ന് പറയുന്ന ഒരു സോണിലേക്കാണ് നമ്മൾ കൂടുതൽ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ മറ്റേ ഈ ഭയങ്കര സയൻറ്റിഫിക്കലി ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഇതിലേക്ക് ആൾക്കാർ പോകില്ലായിരിക്കും. ഈ പടം കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതെ അതെ അതെ, ഈ സിനിമയ്ക്കകത്തുള്ള ഒരു ചെറിയ ലോജിക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നത്തിങ് ഡീപ്പ്. ഓക്കെ, അതുപോലെ നമ്മുടെ അജുട്ടാ,
ഏറ്റവും കൂടുതൽ അറിവുകൾ കിട്ടണമെങ്കിൽ അജുവേട്ടനോട് ചോദിക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അജുവേട്ടനോട് ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. ഇല്ല, ഞാൻ ചോദിക്കും. മലയാള സിനിമയിലെ അറിവുകളുടെ നിറകുടം എന്നാണ് സുബിനൊക്കെ പറയാറുണ്ട്. അജുവേട്ടാ, ഫസ്റ്റ് ഏലിയൻ എന്ന് പറഞ്ഞ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ ഏലിയൻ ഉണ്ട്, ഇന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഏലിയൻ ഉണ്ട്. ഓക്കെ, ഈ കഥ നമ്മുടെ ഒരു ഏലിയൻ സബ്ജക്റ്റ് ആണ്. പിന്നെ ഇതില് കോമഡി, ആക്ഷൻ എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ മറ്റെവിടെയോ ഒരു അതൊരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ജീവൻ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, പലരും പല സ്ഥലങ്ങളിൽ പല രീതിയിലും ഏലിയൻ എന്ന് പറയുന്ന അർത്ഥം അതാണ്. ഏലിയനേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ജീവി എന്ന് പറയും. അതിന് ജീവനാണോ എന്ന് എനിക്കറിയില്ല. സംതിങ് ഏലിയനേറ്റഡ്. പലരും എന്റെ റിസർച്ച് ഒക്കെ കഴിയുമ്പോ ഈ CD 9 മണി കഴിഞ്ഞ അല്ല, ഈ CD ഒക്കെ അവിടെ നിന്നാണ്. ആ ഒരു CD നമ്മുടെ DVD പ്ലെയറിലൊക്കെ ഇടുന്ന CD പ്ലെയറിലാണ് CD-യില് ഈ കൺസെപ്റ്റ് ഒക്കെ കുറെ ഇതില് റൈറ്റപ്പിലൊക്കെ വന്നാ ഇതൊക്കെ നമ്മുടെ ഐഡിയ അല്ലേ, ഇതൊക്കെ ഏലിയൻസിന്റെ ഐഡിയ എന്നാ പറയുന്നത്. കോൺസ്പിറസി തിയറിയാ. എനിക്ക് ഇങ്ങനെ ഓരോരുത്തർ പറയപ്പെടുന്നു. അതേപോലെ ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു പല സ്ഥലങ്ങളിൽ. ഇങ്ങനെ എന്തൊരു നോക്കണ അതൊക്കെ നോക്കിയാണ്. അപ്പൊ ചേട്ടാ, കറണ്ട് പോയപ്പോഴത്തേക്കേ ഇത് കുടുങ്ങിയതാ. അപ്പത്തേക്ക് എടുത്ത് വീട്ടുകാരത് തുടങ്ങിയതാണ്. അങ്ങനെ ചൈൽഡ്ഹുഡ് സ്റ്റോറി പോലെ എനിക്ക് തോന്നുന്നു. CD കമ്പ്യൂട്ടറിൽ കുടുങ്ങിയപ്പോ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു കോൺസ്പിറസി തിയറി ഞാനിട്ടോട് തോന്നിപ്പോല. ഓക്കെ, അജുടാ, ഈ കഥ കേട്ടപ്പോ ഇതിന്റെ ക്യാരക്ടർ കേട്ടപ്പോ ചേട്ടന്റെ ഇതില് റോൾ ചേട്ടന്റെ ക്യാരക്ടർ ലുക്ക് വൈസ് ഒക്കെ നമ്മൾ കണ്ടപ്പോ എന്താണ് ക്യാരക്ടർ എന്നൊരു ഐഡിയ കിട്ടിയില്ല ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോ മറ്റേ ബാലരമയില് ജമ്പന്റെ തുമ്പന്റെ ഒക്കെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ലുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. ശരിക്കും ചേട്ടന്റെ ക്യാരക്ടർ എന്താ? അല്ല, അയാളൊരു വില്ലനി ഷെയ്ഡുള്ള ഒരാളാണ്. നീരജിന്റെ ശത്രുവാണ്. ഞങ്ങൾ രണ്ടും കൂടെ ഒരേ കാര്യത്തിനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു മണ്ടൻ വില്ലനാ. പിന്നെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ള എല്ലാം മണ്ടന്മാരാ. അതാ പ്രശ്നം. അപ്പൊ പിന്നെ അത് വില്ലൻ മാത്രം എടുത്ത് പറയേണ്ട കാര്യമില്ല. വില്ലൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ബിൽഡപ്പ്. നമ്മൾ ഈ വില്ലൻ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുവാണല്ലോ നമ്മൾ ചെയ്യുന്നത്. മറിയട്ടെ, രാജുവേട്ടന്റെ കോൺസെപ്റ്റില് വില്ലൻ എന്ന് പറഞ്ഞാൽ കൊടൂര വില്ലനാവണമെന്നുള്ളതാണ്. ഇച്ചിരി മണ്ടത്തരം ഞാൻ മണ്ടത്തരം കാണിക്കുന്ന വില്ലന്മാർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് സോണിക്കിലൊക്കെ കണ്ടിട്ടില്ലേ? ദ ഹെഡ്ജോഗ് കണ്ടിട്ടില്ല? ജിം ക്യാരി അതിനകത്ത് വില്ലൻ. മണ്ടമായ വില്ലന്മാര്, മണ്ടന്മാരായ വില്ലന്മാരെ മലയാളത്തിലുണ്ട്. പിന്നെ അനന്തൻ നമ്പ്യാർ. ആനന്ദം നമ്പ്യാർ. പക്ഷെ നമ്മളൊരു വില്ലൻ എന്ന് പറയുന്നില്ലല്ലോ. അത് ഞാൻ പറയുന്നു. അതെ, ശരി, വില്ലൻ. അതാണ് ക്യാരക്ടർ. അപ്പൊ ഈ ശരിക്കും അങ്ങനെ റെഫറൻസ് ഒരു പാർട്ടിയിൽ നമ്മൾ പോകുന്നതാണ്. അതിപ്പോ കണ്ടപ്പോ ഇനിയിപ്പോ അത് ചെയ്താൽ കൊള്ളാൻ തോന്നി. രസമുണ്ടെന്നാ കണ്ടു കഴിഞ്ഞപ്പോ. ശിക്കാരി ശംഭു കോസ്പ്ലേയിൽ വരുന്നതാ. അത് നമ്മളെല്ലാരും ഒരു കോസ്പ്ലേ സീക്വൻസ്, ഒരു കോസ്റ്റ്യൂം പാർട്ടി വരുന്നുണ്ട്. അതിലേക്ക് ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റാ പുള്ളിയുടെ ആ ലുക്ക് പിടിച്ചിരിക്കുന്നത്. അതിലെല്ലാരും ഓരോരോ ലുക്ക്. ആ സീക്വൻസ് ആണ് ഈ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത്. പടത്തിൽ ത്രൂ ഔട്ട് അങ്ങനെയല്ല. ജമ്പന്റെ ലുക്ക് പക്ഷെ നമുക്ക് ഈ ആ മീശയും മൊട്ടത്തലയും വന്നപ്പോ പെട്ടെന്ന് ശരിക്കും വർക്കായിരുന്നു കേട്ടോ. ചെയ്തില്ലേ ആരെങ്കിലും എന്തെങ്കിലും അത് ലൈവ് ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ? അല്ല, അത് ചേട്ടനപ്പോ റെഫറൻസ് ശരിക്കും റെഫറൻസ് എടുത്ത് ചെയ്തല്ലേ, ചെയ്ത് വന്നപ്പോ അങ്ങനെയാണോ? ശിക്കാരി ശംഭുവിന്റെ ലുക്ക്. കമ്മിങ് ടു നീരജ് ചേട്ടൻ, ഒരു കാര്യം പറയാനുണ്ട്. എന്റെ ഒരു 3 വർഷത്തെ ഇന്റർവ്യൂ കരിയറിൽ ഒരു പൊന്തൂവൽ സമ്മാനിച്ച ഒരാളാണ് ചേട്ടൻ. ചേട്ടൻ ഓർമ്മയുണ്ടാവണമെന്ന് എനിക്ക് ഓർമ്മയില്ല. RDXന്റെ ഇന്റർവ്യൂവില് ഒരു പാട്ട് കിങ്ങിണി നീ എന്റെ കൺമണി റാപ്പ് ചെയ്തത് പെപ്പെ ചേട്ടനുമായിട്ട്. ആ കിങ്ങിണി ഞാനാ.
കിങ്ങിണി നീന്റെ അങ്ങനെ ഒരു rap ഞാൻ ചെയ്തിരുന്നു. ചേട്ടനും പെപ്പെ ചേട്ടനും ഷെയ്ഡ് ചേട്ടനും ആന്റണി ചേട്ടനെ കൊണ്ടാണ് അത് പാടിപ്പിച്ചത്. ആണോ? ആ ചേട്ടനാണ് സ്പോട്ടിൽ ലിറിക്സ് ഒക്കെ ചെയ്തത്. പിന്നെ നിങ്ങൾ വേറെ ഏതോ ഇന്റർവ്യൂവിൽ തിരിച്ച് പോയി പറഞ്ഞായിരുന്നു FM-ന്റെ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ ഹിറ്റായി, കിങ്ങിണി ഹിറ്റായി. ഹിറ്റായി. ഞാൻ ആ സമയത്ത് കോളേജിൽ പഠിക്കുക. പിന്നെ ഞാൻ തരംഗമായി. എനിക്കൊരു my സന്തോഷമായിരുന്നു. God. അത് ഞാൻ അങ്ങനെ ഒരു- ചേട്ടന്റെ വക കിട്ടിയ സാധനം. പോലും അറിയാതെ ഒരാളുടെ ജീവിതം മാറി മറിയും. ഒരാളുടെ സാന്നിധ്യം ഇല്ലാതെ അല്ലേ? അതെ. പെപ്പെ ആന്റണി ചേട്ടനാണ് അപ്പം സ്പോട്ടിൽ ആന്റണി ചേട്ടൻ വിചാരിച്ചപ്പോഴേ ഞാൻ ആദ്യം ലാലേട്ടന്റെ ഞാൻ ആദ്യം പെപ്പെ ചേട്ടൻ എന്ന് പറഞ്ഞിരുന്നു. പെപ്പയമ്മ നിമിഷകവിയ ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാക്കും. അപ്പൊ സ്പോട്ട് ചെയ്തന്നായിരുന്നത്. ഭയങ്കര സംഭവമായി മാറി. എന്തായാലും നമ്മള് 10-70 ദിവസം കൂടെ ഉണ്ടായത് നമ്മുടെ സിനിമ ചെയ്തപ്പോ നിങ്ങൾ കൊറേ 5 മിനിറ്റ് കണ്ട പെൺകുട്ടിക്ക് കിങ്ങിണി പാല് ചോദിച്ചിട്ടുണ്ടാക്കിയതാ. ചോദിച്ചു പുറകെ നടന്ന് ഉണ്ടാക്കി കൊടുത്ത നീ ചോദിച്ചില്ലല്ലോ പാട്ടുണ്ടാക്കുന്നത്. ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കൊരു ആഗ്രഹമില്ല. ഈ ഇന്റർവ്യൂ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായി. ഇത് ആവശ്യമുണ്ട്. പക്ഷെ അത് പെപ്പയെ ഉണ്ടാക്കിയതാ. അതെ 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 ഇനി അവന്റെ നെഞ്ചത്ത് അതെ ബ്രോ സൈലന്റ അവനാ ഏറ്റവും വയലന്റ്. അവനങ്ങനെ ഇരുന്നോട്ടെ. ക്ഷീണിച്ചിരിക്കുകയാണോ? എല്ലാരും പറഞ്ഞു ക്ലാസ്സിൽ അച്ചടക്കമുള്ള ഒരു കുട്ടിയില്ലേ, അത് അതന്നെ സിനിമയിലും അവൻ. പക്ഷെ വാ തുറന്ന പക്ഷെ ഭയങ്കര ഇന്നസെന്റ് ഫേസ്. അത് ഫേസ് മാത്രം, ബാക്കിയെല്ലാം. എന്താ ബ്രോ ഇതിലെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു? ഇതിലെ ക്യാരക്ടർ നീരജ് ബ്രോയുടെ അനിയനായിട്ടുള്ള ക്യാരക്ടറാണ്. നവീൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അതായത് തല്ലിപ്പൊളിയായിട്ട് കിടക്കുന്ന ഒരു ചേട്ടനും എല്ലാ വീട്ടിലും അങ്ങനെ ഒരെണ്ണം കാണുമല്ലോ, ആ ഒരു ഉണ്ണിയാണ് പടത്തില് എന്റെ ക്യാരക്ടർ. ശരി, റിയൽ ലൈഫില് അഭിനയിച്ചു അവൻ. ലുക്കുണ്ട്, പക്ഷെ ഈ പറയുന്ന മറ്റേ സാധനം കൊണ്ടുവരാൻ കുറച്ച് പാടുപെട്ടു. അതെ അതെ. ഓക്കെ സുബ്രോ, എന്തായാലും ഇപ്പൊ രണ്ടുപേരും ഇപ്പൊ സോഷ്യൽ മീഡിയ ലോകത്തു നിന്നൊക്കെയാണ് ഇതിലേക്ക് വന്നേക്കുന്നത്. എന്തായാലും സിനിമ എന്ന് പറഞ്ഞത് വേറൊരു തലത്തിലേക്ക് എത്തുന്നതാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ഒരു പോസ്റ്റർ നമ്മുടെ ലുലു മാളിന്റെ ഫ്രണ്ടിൽ പോസ്റ്റർ വന്നത് ഭയങ്കര സന്തോഷത്തിൽ ഒരു റീൽ ഇട്ടേക്കുന്നുണ്ടായിരുന്നു. ശരിക്കും എല്ലാവരും ഇപ്പൊ ഇതിൽ കൂടി കയറി വരുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു നാൾ എന്ന് പറയുന്നത് അതാണ്. ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? അത് ഞാനേ ഇതിനു മുമ്പേ ട്രിവാൻഡ്രം സ്ഥലം, അപ്പം ട്രിവാൻഡ്രം ലുലുമാളിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോ തന്നെ ഇതുപോലെ ഇങ്ങനെ ചതുരം ഈ പോസ്റ്റർ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 4 ചതുരമുണ്ട്. അതിൽ ഓരോ സീസൺ ബേസ് ചെയ്ത് ഒന്നീ സിനിമയുടെ വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരസ്യ ബോർഡുകൾ വരും. അപ്പൊ ഭയങ്കര വലിയ ബോർഡാണ്. അപ്പൊ ഞാൻ എപ്പോ അതുവഴി പോയാലും എന്റെ കൂട്ടുകാരന്മാരോട് ഞാൻ പറയും, എന്നെങ്കിലും എന്റെ ഒരു ഫോട്ടോ അവിടെ വന്നിരുന്നെങ്കിലും ആണെന്ന് പറയും. അപ്പൊ പക്ഷെ എനിക്കത് ഇവിടെ കണ്ടപ്പോ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ആയി. ഞാൻ അന്ന് തന്നെ ഒരു സ്റ്റോറി ഇട്ട്, വീഡിയോ എടുത്ത് സ്റ്റോറി ഇട്ടത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു നിമിഷമാണ്. നമ്മുടെ പോസ്റ്റർ വലുതായിട്ട് തന്നു. തീർച്ചയായിട്ടും. അതിന്റെ അടിയിൽ കമന്റ് വന്നിട്ടായിരുന്നു, ഇതിൽ ഏതായിരുന്നു സുബിൻ ബ്രോ എന്നും പറഞ്ഞോണ്ട്. കാരണം വന്നപ്പോ പോസ്റ്റർ വന്നപ്പോ മാസ്ക് അത് ഞാൻ എല്ലാവർക്കും എന്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഈ പോസ്റ്റർ അയച്ചിട്ട് എന്റെ തലയിൽ ചുമന്ന വട്ടവും ഒരു ആറ്റുന്നൊരു പോസ്റ്റർ വന്നപ്പോ അത് മാസ്ക് വെച്ച് ഡ്രാക്കുളായിട്ട് ഒതുക്കിയതാണ്. നമുക്കിപ്പോ ഈ ഏലിയൻ ഭയങ്കര ഇതിനകത്ത് ഇവന്റെ കാര്യങ്ങളുണ്ടോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഈ ഒതുക്കിയല് അവന്റെ സോഷ്യൽ മീഡിയ വന്നാള് അവന്റെ ബേസിൽ ക്ലിയർ ആയിട്ട് അത് തന്നെ കൊടുത്തിരിക്കില്ല. അത് എന്റെ ഉള്ള സ്നേഹം കൊണ്ട് അത് ഒറിജിനൽ അല്ല, അത് AI ആണ്. അവര് വിഷമണ്ടെന്ന് വിചാരിച്ച് സിമ്പല് അടിച്ച് അതേ നോക്ക റോബോട്ട് ശരിക്കും ബാക്കി എല്ലാവർക്കും ഒരു വികാരം ഉണ്ട്. എന്റെ വികാരം ഒരു കമ്പ് കൊടുത്ത അന്തനെ പോലെ ചെയ്യുന്നു. സ്നേഹത്തിന്റെ അർത്ഥം ആദ്യം ഇല്ലാതായിരുന്നോ വന്ന്? ആദ്യം ഇതില്ലാതാണ് വന്നത്. എന്നിട്ട് ചോദിച്ചോ? ഇല്ല, ഞാൻ പെട്ടെന്ന് കോളേജ് പരിപാടിക്ക് ചെന്നപ്പോഴാണ് ഈ ഇതിരിക്കണ കണ്ട. ഞാൻ ഇങ്ങനെ പിന്നെ ഞാൻ ചോദിച്ച പ്രൊഡക്ഷന് അപ്പൊ സ്നേഹം കൊണ്ട് വെച്ചാണ്. സ്നേഹം കൊണ്ട് എന്തായാലും ഇവരുടെ പോലെ മറ്റേ മേക്കപ്പ് ഒന്നും ഉള്ള ലുക്കും അല്ലല്ലോ.
സന്തോഷമായില്ലേ? ഞാൻ ചോദിച്ചു വന്നത് ഇപ്പൊ ഈ ഏലിയൻ അല്ലെങ്കിൽ സൂപ്പർ പവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ കുഞ്ഞിലെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് കുട്ടിച്ചാത്തൻ. അത് ചേട്ടന്റെ അനിയൻ നമ്മളിത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന. അപ്പൊ ചേട്ടന് ആ സമയത്ത് ഇപ്പൊ കുട്ടിച്ചാത്തനൊക്കെ കണ്ട പോലെ ഇല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് എന്തായിരുന്നു? ഇതിപ്പം സീരിയൽ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമിക് കാർട്ടൂൺ അങ്ങനെ എന്തെങ്കിലും? ജയഹനുമാൻ അല്ലെങ്കിൽ ശക്തിമാൻ, ചന്ദ്രകാന്ത, അത് ഞാൻ ജംഗിൾ ബുക്ക്. അത് നിങ്ങളുടെ ജനറേഷൻ. അത്ര ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്നെക്കാൾ ശരിക്കും ചന്ദ്രകാന്ത് എന്താ സംഭവം? അതൊരു സീരിയലായിരുന്നു. ദൂരദർശൻ. അല്ല സൂപ്പർ പവർ അങ്ങനെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. സീഡിയല്ല ഫുൾ സൂപ്പർ പവേഴ്സാ. ഇന്ത്യൻ വെർഷൻ. മറ്റേ എന്താ പറയാ ഇവിടുത്തെ ഇന്ത്യൻ മിത്തോളജി. കൊള്ളാം. ചേട്ടനും ജയഹനുമാനൊക്കെ ഈ കുട്ടിച്ചാത്തൻ കാണുമ്പോ അനിയനാണെങ്കിലും ഭയങ്കര കുട്ടിച്ചാത്തന് അപ്പോഴേക്കും ഞാൻ ഇച്ചിരി കൂടെ വലുതായി. അപ്പം എനിക്കത് അത്ര ഞാൻ വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു അവന്റെ. കുറച്ചുകൂടെ കുട്ടികളെ ടാർഗറ്റഡ് ആയിരുന്നില്ലേ? ഞാൻ അപ്പോഴേക്കും ഒരു +2 എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരത്തെ അനിയന്റെ കുറച്ചുകൂടെ ടീനേജ് കണ്ടന്റ് കണ്ടു തുടങ്ങുമല്ലോ. ആ കണ്ടന്റ് നമുക്കറിയാം. ഓൾറെഡി സീഡി കുടുങ്ങി. ഞങ്ങളൊക്കെ DVD ആയിട്ടോ. ഞങ്ങളൊക്കെ ടീനേജ് കണ്ടന്റ്. ടീനേജ് മ്യൂട്ടന്റ് നിഞ്ച ടർട്ടിൽസ് കണ്ടിട്ടില്ലേ? അതെ അറിയില്ല. ഇതൊക്കെ നീ പുറത്ത് എഴുതി വെച്ചിട്ട് അതില് പച്ചക്കളർ മേലിട്ട് മേഗൻ ഫോക്സ് ഉണ്ടാവില്ല. അപ്പൊ അത് നല്ല രസമാണ്. മേഗൻ ഫോക്സ് മനസ്സിലായി? എന്താ അല്ല ആക്ടർ. ബ്രോ ഏതായിരുന്നു? DVD ആയിരുന്നോ സീരിയൽ? ഞാൻ ഫോണായെന്ന് ഫോണായിരുന്നോ? അപ്പോഴത്തേക്ക് കാലം മാറി. ഈ പഴയ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അല്ല അതല്ല ഞാൻ അല്ലാണ്ട് അല്ല DVD ഉണ്ട്. പടങ്ങള് കേട്ടോ, സിനിമകൾ നല്ല നല്ല ക്ലാസിക് നീരജേട്ടാ അവൻ കൊറിയൻ ജാപ്പനീസ് തിരിച്ചറിയാം. അടുത്ത ചോദ്യം. തിരിച്ചറിയാൻ പറ്റില്ല. അല്ല എല്ലാരും അടുത്ത ചോദ്യം. ഓക്കെ, നീരജേട്ടൻ ഇപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ചേട്ടൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ അറിയാമെങ്കിലും ചുമ്മാ നമ്മൾ എല്ലാവരും എപ്പോഴും ചെയ്യുന്ന പോലെ ഗൂഗിളിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുമല്ലോ നീരജ് മധു. അപ്പൊ വിക്കിപീഡിയയിൽ ഒരു ഫോട്ടോ വന്നു. ചേട്ടൻ്റെ കഴിഞ്ഞ കുറേ കാലത്ത് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര യങ്ങായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പഴയ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ RDX ഇന്റർവ്യൂ എടുത്തപ്പോഴത്തെ ആളെയും കാട്ടിലും പിന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നു, കുറച്ചും കൂടെ യങ്ങായി. പക്ഷെ വിക്കിപീഡിയ കിടക്കുന്ന ഫോട്ടോ ഫോട്ടോയാണ്. ഈ ആളെ അല്ലാത്ത പോലെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇത് എപ്പോഴത്തെ ഫോട്ടോയാണ്? ഇത് എന്താണ് സംഭവം? അതൊന്ന് മാറ്റണമല്ലോ പറഞ്ഞ നീരജ് മധു നേരെ കയറുന്ന ഒന്നും എടുത്തു നോക്കി. എല്ലാ സമയത്തും ട്രെൻഡിങ് നീരജ് നീരജ് മാധവ് എനിക്ക് തോന്നുന്നു ഊഴമൊക്കെ ആയിരിക്കും. ഊഴം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് ആയിട്ടില്ല ഇപ്പോഴും ആ പഴയ ലുക്കിലാണ് കിടക്കുന്നത്. പിന്നെ ഞാൻ മുടി വളർത്തിയത് RDX ആയപ്പോഴും. അന്നേരം അന്നേരം ഈ മറ്റേ ടോപ്പ് ബണ്ണില്ല, മാൻ ബൺ അന്നേരം ഇല്ല. അങ്ങനെ കിടക്കുന്നത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരും നീരജ് മാധവ് 2015. അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ അടിപൊളി ഫോട്ടോ അവിടെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ മരം എവിടെയൊക്കെ പിടിച്ചിരിക്കണ്ടേ? വലിയ പ്രായമില്ലല്ലോ അല്ലേ? അതാ എത്ര വയസ്സുണ്ട്? 23. ഇവന് വളർച്ച കൂടുതലാ. ഉള്ളതിനേക്കാളുള്ള പ്രായം തോന്നും. ഒന്നും പറയുന്നില്ല തിരിച്ച്. ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം പ്രോപ്പർട്ടീസ് നിങ്ങളുടെ രണ്ട് സൈഡിൽ ഇരിപ്പുണ്ട്. സ്പ്ലിറ്റ് ആകാൻ പോണേ. നിങ്ങൾ വേറെ ഇവരെനിക്ക് കിട്ടിയാ സൂപ്പറാണോ? ജയിച്ചടാ, നമ്മള് ജയിച്ചു. കൊടുക്കല്ലേ കേട്ടോ. നമ്മുടെ ഗെയിമിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാം. ഭയങ്കര സിമ്പിൾ സംഭവമാണ്. അതില് കുറച്ച് വേർഡ്സ് എഴുതിയിട്ടുണ്ട്. അതിപ്പം എന്തെങ്കിലും സാധനങ്ങളാകാം, സ്ഥലമാകാം, എന്ത് വേണമെങ്കിലും ആകാം, വാട്ട് എവർ, മനുഷ്യനാകാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പം നിങ്ങൾ ഇപ്പൊ അതിൽ നിന്ന് ഇപ്പം എക്സാമ്പിൾ ഒരു എടുത്തേക്കുന്നത് കിരീടമാണ്.
അപ്പൊ കിരീടമാണെന്ന് പറയാതെ നമുക്ക് 5 ക്ലൂ കൊടുക്കാം, ഇവരെ കൊണ്ട് അത് പറയിപ്പിക്കണം. പറയിപ്പിക്കണം. ഇവര് പറയാതിരുന്നാലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ. നിങ്ങൾക്ക് പറയാതിരുന്നാൽ പോയിന്റ് കിട്ടുന്നല്ല, പറഞ്ഞാൽ ഇവർക്ക് പോയിന്റ് കിട്ടും. ആ പോയിന്റ് കിട്ടുന്ന ദിവസം നിങ്ങൾക്ക് ചാൻസ് കുറയുവാണല്ലോ. അടുത്തതിൽ നിങ്ങൾ പറഞ്ഞാല് ടഫ് ആയിട്ടുള്ള 5 പോയിന്റ് ഇൻഡയറക്റ്റ് ആയിരിക്കണം, പക്ഷെ അത് പറയാൻ പാടില്ല. കണക്റ്റഡ് ആയിരിക്കണം. തിരിച്ചു വരുമ്പോഴും കിട്ടില്ല, മുമ്പിൽ ഒരു പാടാ. ഒന്നുകൂടെ ഓക്കെ. അതില് ഒരു വേർഡ് ഉണ്ട്, ബ്രെയിൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ പ്ലൂട്ടോ. 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 അപ്പൊ നമുക്ക് പ്ലൂട്ടോ എന്ന് പറയാതെ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? നീരജ് മാധവ് അൽത്താഫും അഭിനയിക്കുന്ന ഒരു സിനിമ. അങ്ങനെ പറയില്ലേ, അത് ഡയറക്റ്റ് ആയില്ലേ? ഡയറക്ട്ലി പറയരുത്. ഇതിലുള്ള സാധനം ക്ലൂ കൊടുത്ത് പറയിപ്പിക്കണം. ഇപ്പൊ ചെയറാണെങ്കിൽ അവരോട് പറയാം, എല്ലാ വീട്ടിലും ഉണ്ട്. ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഇല്ല, അത് direct ആയി. ഒറ്റടിക്ക് കിട്ടും. എല്ലാ വീട്ടിലും ഉണ്ട്. എല്ലാ വീട്ടിലും ഉണ്ട്. സിമ്പിൾ പല ആയിട്ട് ഷേപ്പിലൊക്കെ പല ഷേപ്പ് കാലെന്ന് പറഞ്ഞ് പെട്ടെന്ന് കിട്ടും. ഭക്ഷണം പല കഴിക്കുമ്പോൾ നമ്മുടെ ഷേപ്പിലുണ്ട്, കൂടെ ഉണ്ടാവും. പല വിലകളിൽ കിട്ടും. ഇത് നമുക്ക് ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ഇത് ഉപയോഗിക്കും. അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ പക്ഷെ ഇങ്ങനെ പറഞ്ഞ് പറയിപ്പിക്കുന്നില്ലേ രസം, പറയിപ്പിക്കായിരിക്കും. പറയിപ്പിച്ചാ അടുത്ത വട്ടം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവര് ജയിക്കും. പോയിന്റ് ഇത് എത്ര ക്ലൂ വരെ കൊടുക്കാം? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് ആദ്യം? അവര് ഓക്കെ, ഓക്കെ. നമ്മൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ഒരെണ്ണം എടുക്കുക, നിങ്ങൾ രണ്ടും അവരെ കാണിക്കാതെ വായിക്കുക, കോപ്പി അടിക്കരുത്. അതിനെപ്പറ്റി കാണിക്കരുത്, ഒരു കാരണവശാലും കാണിക്കും. ഇവര് മാക്സിമം ഇൻഡയറക്റ്റ് വേണം പറയാൻ. അടുക്കള കാണുന്ന ഒരു സാധനമാണ്. അതെ, അടക്കള കത്തി. പോയി. 3 ഓപ്ഷനെ പറയാനുള്ളേ, 3 പുള്ളി പറഞ്ഞാൽ നോക്കും. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണല്ലോ. ഒരു പോയിന്റ് ഇപ്പൊ പോയില്ലേ? ഓക്കെ, ഒരു പോയിന്റ് ആയ മത്സരത്തിൽ വേറെ ആളാവും, നമ്മള് ശത്രുവിനൊക്കെ. അടുക്കളയിൽ തന്നെ ഇത് നമ്മള് തുറന്ന് അധികം വെക്കാറില്ല അല്ലെ? മിക്കവാറും ഫ്രിഡ്ജിലല്ലേ വെക്കുന്നത്. അതെ, ഫ്രിഡ്ജിൽ വെക്കുന്ന അവിടെയാണ് അത് കൂടുതൽ നാൾ ഇരിക്കുന്നത്. അത് രണ്ടാമത്തെ പോയിന്റ്. നിങ്ങൾ കിടക്കുന്നു രാജസൂയം. നീ ഒരെണ്ണം പറ. ഒറ്റയ്ക്കല്ല കിടക്കുന്നു, വേറെ കുറെ ആൾക്കാരൊക്കെ ഫ്രിഡ്ജിലായിരിക്കണം, പക്ഷെ വേറെ കുറെ ആൾക്കാരുണ്ട്. കൂടെ മൂന്നാമത്തെ പോയിന്റ്. മൂന്നായി. നിങ്ങൾ ഒരു ഇതേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ഒരു സജഷനേ കൊടുത്തിട്ടുള്ളൂ. പറയാം. അവരഞ്ചാവട്ടെ. ജീവസ്പതിയെ പോലെ ഇരിക്കണേട്ടോ ലാസ്റ്റ് അതെ, പറയാൻ ഇങ്ങനെ വേണ്ടി. ഇരിക്കുക, ജീവിച്ചതോ മരിക്കും. ഓക്കെ, ഇപ്പൊ പറഞ്ഞാ ഒരുമിച്ച് കിടക്കുന്നത്. ഒരുമിച്ചായിരിക്കുന്ന ഫ്രിഡ്ജില്. 4ാമത്തെ ക്ലൂ കൊടുക്കാം. ഗുണമുള്ള സാധനം. വെള്ളം അടിക്കുമ്പോഴാണ്. അല്ല പുള്ളി കഴിക്കുമ്പോഴും വെള്ളം അടിക്കും. നമുക്ക് കഴിക്കാം. ഒരെണ്ണമൊക്കെ മതി ഒരു 2-3 ദിവസത്തേക്ക്. ഓ, Nice, nice. 5 ക്ലൂ ആയി. ഒരെണ്ണം മതിയായിരുന്നു. ഫ്രിഡ്ജിലാണ് ഫുൾ ടൈം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫണ്ണാക്കി കൊടുക്കാം. Shape പറയാൻ അങ്ങനെയൊക്കെ പറയാം. കുഴപ്പമില്ല. അല്ല, അപ്പൊ കണ്ടുപിടിക്കില്ലേ? മതി, 5 കഷ്ണം കഷ്ണമായിട്ടാണ് ആൾക്കാർ കഴിക്കുക. 6ാമത്തെ പോയിന്റ്. ഇനിയില്ല, വേഗം പറ. ആൾക്കാർ കഴിക്കാറ് അത്രയും വരെ പറഞ്ഞു. ഫ്രിഡ്ജിലാണ് മിക്കപ്പോഴും ഒരുമിച്ചല്ല ഇരിക്കുന്നത്. അല്ല, ഒരുമിച്ചാണ് ഇരിക്കുന്നത്. മുട്ടയാണ് കഷ്ണം കഷ്ണം. ഓൾറെഡി ഒരെണ്ണം പറഞ്ഞു, 2 കൂടെ പറയാം. കഴിയും, പെട്ടെന്ന് പറഞ്ഞോ. ഐസ്ക്രീം. ഐസ്ക്രീം ഇങ്ങനെ ഐസ്ക്രീം എടുത്തിട്ട് ഇങ്ങോട്ട് മുറിയ. ഐസ്ക്രീം കഴിക്കുന്ന ഒരെണ്ണോടെ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞു, ഒറ്റ ഒരെണ്ണം കൂടെ. കേക്ക് ആണെങ്കിൽ ഒരു ക്ലൂവും കൂടെ കൊടുക്കാം. പച്ചക്കറിയാണ്. ഓ, ആദ്യം പറഞ്ഞു. പച്ചക്കറി ഫ്രിഡ്ജിലെല്ലാം പച്ചക്കറി. കോഴിമുട്ടൊന്നും പറയല്ലേ ദയവ് എന്തേലും ഒരെണ്ണം പറഞ്ഞോ. എത്ര ദിവസം കൂടുമ്പോ കഴിക്കുന്നത്? അങ്ങനെ ഇഷ്ടമുള്ള ഒരെണ്ണം വെച്ച് 3-4 ദിവസം എത്തും. ഒരെണ്ണം വെച്ച് 3-4 ദിവസം. എന്തിനാ വേഗം പറഞ്ഞു, വേഗം പറഞ്ഞു. നമ്മൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കണോ? അല്ല, അവർക്ക് ഒരു option കൂടെ പറയാം. അവര് തെറ്റിച്ചാ വെള്ളരിക്ക. എങ്ങനെ? കുറച്ച് ജീവസ്പതി. ഓക്കെ, അടുത്തെടുത്തോ. സൂപ്പർ സൂപ്പർ. നിഹാലേട്ടൻ നിഹാൽ ചേട്ടൻ down ആയി. കിട്ടിയാ? പോയി ഡൗൺ ആയി. ചേട്ടൻ പറ, ചേട്ടൻ. നീ ആദ്യത്തെ അറിയും. ആ, നല്ല ക്ലൂ ആണോ നോക്കണേ. അത് ഞാൻ നോക്കാം. മനുഷ്യനാണ്. മനുഷ്യനാണോ? ഇതൊരാളാണ്. ഹ്യൂമൻ ബീങ്. ആ, ഓ ഓക്കെ. ശരി. ഒരാണാണ്. മനുഷ്യര് ലോകത്ത് മുഴുവൻ മനുഷ്യരാണ്. പ്രമുഖനായ ഒരു നടനാണ്.
രണ്ടായി. പോരട്ടെ. ഇൻഡയറക്റ്റ്. ഞങ്ങളുടെ തലമുറയാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് നിങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞാണ്. നിങ്ങളുടെ നായകനാണ്. 4 ലാസ്റ്റ് വൺ നായകനുമാണ്. ഓക്കെ ശരി, ഇനി ഒരെണ്ണം കൊടുത്ത 5 ഉണ്ട്. അതിനകത്ത് കുറച്ച് ഈസി ആയിരിക്കും. സംവിധായകനുമാണ്. ഓക്കെ. നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ലോ, ആൻസർ പറഞ്ഞിട്ടില്ലോ. നിങ്ങൾക്ക് ക്ലൂ Correct. ആണോ? ഓക്കെ നെക്സ്റ്റ്. ഇതും കൂടെ അല്ലേ ഉള്ളൂ അല്ലേ? പക്കൂസോ അല്ല, സോറി. ക്ലൂ. ഇത് കഴിഞ്ഞിട്ട് പറയുന്നത് ഇത് നമ്മള് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വീടിന് അകത്തും ഉപയോഗിക്കും പുറത്തും ഉപയോഗിക്കും. പക്ഷെ അധികം പുറത്താ ഉപയോഗിക്കും. ഒറ്റ സാധനം ഉണ്ട്, അത് പറഞ്ഞ ഇപ്പൊ പറയാം, ഞാൻ ലാസ്റ്റ് പറയുന്നത്. ആ മനസ്സിലായോ? ഒന്നാമത്തെ point. ഈ സാധനം ആൾക്കാർ വീട്ടിനകത്തുനിന്ന് ഉപയോഗിക്കും പുറത്തുനിന്ന് ഉപയോഗിക്കും. പക്ഷെ അധികം പുറത്താ ഉപയോഗിക്കും. കരണ്ടിൽ കുത്തിയാ? കരണ്ടി കുത്തിയ എന്ത് സാധനം? കരണ്ടിൽ കുത്തിയാണ് ഉപയോഗിക്കുന്നതെന്ന്. പ്രവർത്തിപ്പിക്കുന്ന ഒരു സാധനമല്ല. അല്ല. 2 ക്ലൂ. ഇത് ധരിക്കുന്ന സാധനമാണ്. ഈ സൈഡിൽ നിൽക്കുന്നവരുടെ മൈൻഡ് വോയിസ് വെളിയിലോട്ട് വരുന്നുണ്ട്. വീടിനകത്ത് പുറത്ത് ഉപയോഗിക്കും. കൂടുതൽ പുറത്താണ്. പുറത്താണ്. ഇത് അത് വേറെന്തല്ലേ? അതകത്ത് ഉപയോഗിക്കാറില്ലല്ലോ ചേട്ടാ. സൂപ്പർമാൻ പുറത്ത് പോയിട്ടുണ്ട്, നമ്മൾ അകത്ത് പോയിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ സൂപ്പർമാൻ പുറത്തായിടുന്നത്. അപ്പൊ നമുക്കിനി 2 ഓപ്ഷനും കൂടെ ഉള്ളൂ. അതായത് കുറച്ചുകൂടെ സിമ്പിൾ ആക്കി കൊടുക്കാം. നമ്മളെന്ത് സിമ്പിളാന്ന്. അത് പക്ഷെ ഭയങ്കര ഈസി ആയിപ്പോ. ഇതൊരു ഫാഷൻ ഐറ്റം ആയിട്ടും ഒരു യൂട്ടിലിറ്റി ഐറ്റം ആയിട്ടും വരാറുണ്ട്. നമ്മൾ പറഞ്ഞ സാധനത്തിന്റെ ക്ലൂ ആയിരുന്നു. എല്ലാം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫാഷൻ ഐറ്റം ഉപയോഗിക്കാം, ഒരു യൂട്ടിലിറ്റി ഉള്ള രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. ഇതിന് കൃത്യമായൊരു ഉപയോഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഇതില്ലാത്തവരെ പിച്ചക്കാരെന്ന് വരെ വിളിക്കാറുണ്ട്. ഇപ്പൊ എത്രാമത്തെ ക്ലൂ? 6ാമത്തെ പറയട്ടെ. വാച്ചില്ലാത്തവരെ പിച്ചക്കാരെന്ന് വിളിക്കും. കാശ് അകത്തന്നെ ഉപയോഗിക്കും. വീടിനകത്ത് നീ എന്താണ് മേടിക്കാറ് കാശ് വെച്ചിട്ട്? 6ാമത്തെ പറയട്ടെ. പുള്ളിക്ക് ഇഷ്ടമുള്ള സാധനം. ഇത് ഈ ക്ലൂ തരാൻ ഓക്കെ ഒരെണ്ണം കൂടി. എത്ര ഷൂസ് ഉണ്ട്? എനിക്കൊരു അപ്പോഴും കൂടെ ഇങ്ങനല്ലേ? വേറെ നോക്കണോ? 50 പ്ലസ് 100 ഷൂസ് ഉണ്ട്. കോമിക് ക്യാരക്ടറാണ്. ഓക്കെ. കാർട്ടൂൺ. ഒരുപാട് ഈസി നമ്മുടെ ഇടയിൽ ഒരുപാട് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഡിങ്കനാണോ? അയച്ചേട്ടന്റെ ചെറുപ്പത്തില് നമ്മുടെ എന്റെ ഒരുപാട് ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട്. രണ്ടായ നിങ്ങൾ ഒരു ചാൻസ് എടുക്കുകയും ചെയ്തു. ഡിങ്കൻ എത്ര എടുക്കാം? 2 എണ്ണം കൂടെ. അങ്ങനെയാണോ? സഹായിയാണ്. സഹായിയാണ്. കഴിവുകളുണ്ട്. ഇല്ല. അഞ്ചാമത്തെ പറ. 3 ആയിട്ടുള്ളൂ. 4 5 വേണം. അല്ല 4 പറഞ്ഞപ്പോ ഗണമാണ്. ഗണമാണോ? അതെന്ത് ഗണം?
ഈ പറഞ്ഞ പോലെ ഒരു കാറ്റഗറി പെടുന്നതാണ്. കുട്ടിച്ചാത്തൻ കാണാതെ പെട്ടെന്ന് ലുട്ടാപ്പി. അത് ആക്ച്വലി പറഞ്ഞു ലുട്ടാപ്പി കുട്ടിച്ചാത്തനാണ്, മായാവി കുട്ടിച്ചാത്തനാണ് അത് പറഞ്ഞു. ലാസ്റ്റ് അതിൽ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അതിൽ കുറച്ച് അധികം ഇനിയുണ്ടാ അല്ല അതിൽ പറഞ്ഞു ഇതിൽ പറഞ്ഞു. ഓക്കെ സ്റ്റാർട്ട്. ഇത് ഫ്രിഡ്ജില് നമ്മൾ നേരത്തെ പറഞ്ഞ പുള്ളിക്കാരന്റെ സൈഡിലൊക്കെ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഐറ്റം ആണ്. എപ്പോഴും കാണാറില്ല, ഐസ്ക്രീം അല്ല, എപ്പോഴും കാണാറ് എപ്പോഴും കാണില്ല, അത്ര കോമൺ ആണ്. അതൊരു അതിന്റെ ഒരു ഒന്നാമത്തെ സീസൺ ആയ നല്ലോണം ഉണ്ടാവും. ഓക്കെ, മധുരമുണ്ട്, മധുരമുണ്ട്, മധുരമുള്ള സാധനം. ചിലത് ഇമാതിരി ഇരിക്കും. അല്ല, അതിപ്പോ ആപ്പിളാണോ? ആപ്പിൾ. ഇവൻ പുറമേ വികൃതനും അകമേ സുന്ദരനുമാണ്. ഓ തേങ്ങ. അത് ഞാൻ വിചാരിച്ച ഓപ്ഷനിലോട്ട് പോകുന്നത്. ഞാൻ വെക്കും. ഞാൻ വെക്കാറുണ്ട് ചുരുണ്ടി. ഫ്രിഡ്ജിൽ വെക്കുന്നത് കുരു ഭയങ്കര വലുതാണ്. ഒരു ഗുരുവാ. അതുപോലെ തന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് അല്ല. അല്ല, അതാണ് ലാസ്റ്റ് പോയിന്റ്. അല്ല, അത് പക്ഷെ എല്ലാ ശരി. മധുരമുള്ളതും അങ്ങനെ അതുകൂടെ തന്നെ. പറഞ്ഞു. ആ, ചക്ക. ശരി, ഇനി ലാസ്റ്റ് ഒരു സാധനം കൂടെ പറഞ്ഞു. ചക്ക. ലാസ്റ്റ് സാധനം. ഇതിന്റെ സമാനമായിട്ടുള്ള ഒരു ഇമോജി ഉണ്ട് നമ്മൾ വാട്സാപ്പിൽ, ഒരു രാക്ഷസന്റെ. അത് പറഞ്ഞാൽ കിട്ടണ്ടോ? ആ ഈ സാധനമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു രാക്ഷസന്റെ ഇമോജി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടാ? പോരട്ടെ, അടുത്തെത്തി. അതാറായി. കാണിച്ച്. ഇമോജി കാണിച്ചാ പറയാം. വിട്ടിട്ട് ഇമോജി കാണാൻ ക്യൂരിയോസിറ്റി അല്ലേ? നമ്മളായിട്ട് ഒരു സാധനം. ഇത് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ഇരിക്കും. കുറെ ഇങ്ങനെ ഇങ്ങോട്ടൂടെ കളിക്കോ? ഇത് പൊളിച്ചു കഴിഞ്ഞാൽ നല്ല സുന്ദര കപ്പന. മധുരം ഉണ്ടെന്ന് പറഞ്ഞു, ഉള്ളിൽ കുരു ഉണ്ടെന്ന് പറഞ്ഞു. ഓ മാതള നാരകം. ഉള്ളിൽ കുരു ഉണ്ടാവും. ഇല്ല. വലിയ ഒരു വലിയ ഒരു നമ്മുടെ ഒരു നെയ്ബറിംഗ് കൺട്രിയുടെ പേര് ഇതിന്റെ പകുതിയാണ്. കൊറോണ സമയത്ത് അവര് വീട്ടിലുണ്ട് സുബിന്റെ ഇല്ലേ? നല്ല അത് ഏത് രാജ്യം? അതെനിക്ക് അപ്പൊ നമുക്ക് എന്തായാലും സമയം വളരെ കുറച്ചാണ്. എന്തായാലും സിനിമ എത്രയും പെട്ടെന്ന് തിയേറ്ററിലെത്തി വൻ വിജയമാവട്ടെ. നമുക്ക് എന്റെ സക്സസ് പാർട്ടിക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. Yes, thank you. എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. Thank you.